ഹലോ ഫ്രണ്ട്സ്, ഇലക്ട്രിക് ആൻഡ് പ്ലംബർ ടിപ്പിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മളിന്ന് വന്നിട്ടുള്ളത് വാട്ടർ ടാങ്ക് ഓവർഫ്ലോ അലാറവും വാട്ടർ ലെവൽ ഇൻഡിക്കേറ്ററിനെ കുറിച്ചുമാണ്. അപ്പോൾ നമ്മൾ വീഡിയോ ഒക്കെ കിടക്കുന്നതിന് മുമ്പായി ആദ്യമായി കാണുന്നവരാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ ഒരിക്കലും മറക്കില്ല. നിങ്ങൾ ഈ വീഡിയോ മുഴുവനായിട്ട് സ്കിപ്പ് ചെയ്യാതെ തന്നെ കാണും കേട്ടോ. അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോകാം. ഇപ്പോൾ വേണ്ടിയ സാധനങ്ങൾ ഇപ്പോൾ നമ്മൾ എടുത്തിട്ടുള്ളത് 3mm LED B6 547 NPN, അത് 3 LED B6 547 NPN 3, 12 വാട്ട് ബസർ. പിന്നെ വേണ്ടിയത് ഒരു സ്വിച്ച്, അതുപോലെ ഒരു ബാറ്ററി വേണം. ആ ബാറ്ററിൻ്റെ ഒരു അഡാപ്റ്റർ. പിന്നെ വേണ്ടിയത് 3 റെസിസ്റ്റർ 100-ൻ്റെ, അതാണ് വേണ്ടിയത്. 3 നമുക്ക് എന്ത് ചെയ്യണം, പിന്നെ ബാറ്ററിക്ക് ഉപയോഗിക്കണം അതേ തന്നെ വാങ്ങണം. അത് കടയിൽ ചോദിക്കുമ്പോൾ നമ്മൾ പ്രത്യേകം ചോദിക്കണം, ബാറ്ററിക്ക് ഉപയോഗിക്കാനാണ്. കറണ്ടിന് വേറെ റെസിസ്റ്റർ ഉണ്ട്. പിന്നെ വേണ്ടിയത് നമുക്ക് മരത്തിൻ്റെ ഒരു സ്കെയിലാണ് വേണ്ടിയത്. പിന്നെ 2 മീറ്റർ കേബിള്, അതിലൊരു 4 വയർ കൂടിയ കേബിളായിരിക്കണം. പിന്നെ അതിന് വേണ്ടി അലൂമിനിയത്തിൻ്റെ കമ്പി വേണം. ഇതൊക്കെ വെച്ചിട്ട് എങ്ങനെ ഇത് ചെയ്യാമെന്ന് നോക്കാം. നമ്മൾ 3 വാട്ട് LED എടുത്തിട്ട് അതിന് 2 ലെഗല്ലത് അതൊന്ന് വളച്ചു കൊടുക്കുക 2 ഭാഗത്തേക്കും. പിന്നെ B6 547 NPN എടുത്തിട്ട് അതിന് 3 ലെഗല്ലത് അതിൻ്റെ സൈഡത്തെ 2 ലെഗും 2 സൈഡിലേക്ക് വളച്ചു വെക്കുക. നടുത്തത് അതേമാതിരി നിർത്തുക. പിന്നെ എന്ത് ചെയ്യുക, സോൾഡറിങ് അയൺ ഉപയോഗിച്ചിട്ട് ഈ റെസിസ്റ്ററും LED-യും തമ്മിൽ സോൾഡർ ചെയ്ത് കൊടുക്കാം. സോൾഡർ ചെയ്യുമ്പോൾ നമ്മൾ നല്ല ശ്രദ്ധിക്കണം, അത് തമ്മിൽ നല്ല ജോയിൻ്റ് ആയിക്കണം നോക്കണം നമ്മൾ. ഇതിന് 3 കളർ LED-യാണ് നമുക്ക് വേണ്ടിയത്. ആ 3 കളറിൽ നമുക്ക് ഏത് കളർ കൊടുക്കാം. മുകളിൽ ചുവപ്പാകുന്നുണ്ടാകുക, പിന്നെ ചുവപ്പ്, പച്ച, പിന്നെ നമ്മളിവിടെ എടുത്തിട്ടുള്ളത് പിന്നെ മഞ്ഞ. അങ്ങനെ 3 കളറാണ് എടുത്തിട്ടുള്ളത്. അത് നമുക്ക് ഏത് സെലക്ട് ചെയ്യാം. ചുവപ്പ് നമ്മൾ ഉദ്ദേശിക്കുന്നത് ഒരു ഫൈനൽ അലാറം നിലക്ക് അവിടെ കൊടുക്കണം. ഗ്ലൂ ഗണ്ണ് ഉപയോഗിച്ച് പശ തേച്ചിട്ട് ആദ്യം നമ്മൾ ബസറില്ലേ അതൊന്ന് സെറ്റ് ചെയ്യുക. മുകളിൽ സ്ക്വയർ പലക എടുത്തിട്ട് അതിൻ്റെ മുകളിൽ ബസർ ഒന്ന് സെറ്റ് ചെയ്ത് വെക്കുക. കുട്ടികളൊന്ന് ഉറപ്പുവരുത്തണം. അപ്പോൾ നമ്മൾ 3 റെസിസ്റ്ററും 3 NPN-ഉം 3 LED എടുത്തിട്ട് അത് 3ഉം സെറ്റാക്കി. എന്നിട്ട് 3 വരിക്കായിട്ട് നമ്മൾ ഗ്ലൂ ഗണ്ണ് ഉപയോഗിച്ച് സ്ക്വയർ പലകമേ ഒട്ടിച്ച് നിർത്തി. ശേഷം എന്ത് ചെയ്യുക, നമ്മൾ നേരത്തെ കണ്ടില്ല അലൂമിനിയത്തിൻ്റെ കമ്പി, അത് ഒരു കഷ്ണം എടുത്തിട്ട് 3 നമുക്ക് നമ്മൾ സോൾഡർ ചെയ്ത് കൊടുക്കുക. 3 ഇതിമ്മലും ഒരേമാതിരി സോൾഡർ ചെയ്യണം. സോൾഡർ ചെയ്യുമ്പോൾ ശ്രദ്ധിക്കണം, നമ്മൾ കൈ അമർത്തുമ്പോൾ നമ്മൾ കൈ നമുക്ക് തട്ടുന്നുണ്ടോ ഒന്ന് നോക്കണം. അതുപോലെ തന്നെ ഇതിൻ്റെ വലതുവശത്ത് അലൂമിനിയത്തിൻ്റെ കമ്പി എടുത്തിട്ട് കഷ്ണാക്കിയിട്ട് 3 നമുക്ക് എത്തുന്ന രീതിയിൽ കഷ്ണാക്കണം കേട്ടോ. എന്നിട്ട് 3 സോൾഡർ ചെയ്ത് കൊടുക്കുക. 3 ഇതിൻ്റെ രീതിയിൽ 3 നമുക്ക് എത്തുന്ന രീതിയിൽ സോൾഡർ ചെയ്ത് കൊടുക്കുക. ബസറിൻ്റെ ചുവന്ന വയറ് നമ്മളെ ഇടതുവശത്ത് കൊടുക്കണം. നമ്മൾ ഇടതുവശത്തിന് കൊടുക്കണ്ടോ, വയറ് മാറിപ്പോകരുത്. അതൊന്ന് സോൾഡർ ചെയ്ത് പിടിപ്പിക്കുക. അതുപോലെ തന്നെ നമ്മൾ അതിൻ്റെ വലതുവശത്ത് കറുത്ത വയറും കൊടുക്കണം. അത് കൊടുക്കുമ്പം ശ്രദ്ധിക്കേണ്ടത് NPN ഇല്ലേ 547-ൻ്റെ ആ റെസിസ്റ്ററിൽ അടുത്താക്കി കൊടുക്കണം. അതിൻ്റെ പുറഭാഗത്ത് കൊടുക്കരുത്, ഉള്ളിൽ തന്നെ കൊടുക്കണം. അപ്പോഴേ നമുക്ക് ബസർ അലാറം അടിക്കുള്ളൂ. അപ്പോൾ ശ്രദ്ധിക്കുക. അതുപോലെ തന്നെ നമ്മൾ ബാറ്ററി എടുത്തിട്ട് എന്ത് ചെയ്യണം, അതിൻ്റെ മുകളിൽ അതിൻ്റെ അഡാപ്റ്റർ ഒട്ടിച്ച് കൊടുക്കണം. അതിന് ചുവന്ന വയറും ഒരു ബ്ലാക്ക് വയറും ഉണ്ടാകുക.
അത് നമ്മൾ കൊടുക്കേണ്ട രീതി കാണിക്കുന്നുണ്ട്. അത് അധിക ഗ്ലൂ ഗൺ ഉപയോഗിച്ച് ഒട്ടിക്കണം. ഒട്ടിക്കുമ്പോൾ അതിൻ്റെ മുകൾക്ക് തന്നെ വയറ് വരണം, അടിഭാഗത്ത് വരരുത്. ആ പശട്ട് ഒട്ടിക്കുന്ന ഇതിൽ വയറ് പെടാൻ പാടില്ല, അത് പ്രത്യേകം ശ്രദ്ധിക്കണം. അപ്പോൾ നമ്മൾ പശ വെച്ച് ബാറ്ററി ഒട്ടിച്ചു കഴിഞ്ഞു. ഞാൻ ഇതിൻ്റെ വയറ് ഇതിൻ്റെ 2 ഭാഗത്തേക്കും കൊടുക്കണം. നമ്മൾ ഇടത്തെ ഭാഗത്ത് ചുവന്ന വയറും സോൾഡർ ചെയ്യണം. വലത്തെ ഭാഗത്ത് കറുപ്പ് വയറും കൊടുക്കണം. വലത്തെ ഭാഗത്ത് നമ്മൾ കറുപ്പ് വയർ കൊടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ടത്, നമ്മളവിടെ ഒരു സ്വിച്ചും കൂടി കൊടുക്കുന്നുണ്ട്. ആ സ്വിച്ച് കൊടുക്കുമ്പോൾ ആ സ്വിച്ചിൻ്റെ ലെഗിലേക്കാണ് ബാറ്ററി മന്നിലെ വയർ കൊടുക്കേണ്ടത്. ഈ LED മന്നുള്ളത് സ്വിച്ചിൻ്റെ മറ്റു ലെഗിലേക്കും. അപ്പോൾ സ്വിച്ച് ഓൺ ചെയ്യുമ്പോൾ നമുക്ക് ഇൻഡിക്കേറ്റർ വർക്ക് ചെയ്യുള്ളൂ. അപ്പോൾ സ്വിച്ചിൻ്റെ 2 ലെഗിലേക്ക് നമ്മൾ വയർ സോൾഡർ ചെയ്ത് കൊടുത്തു. എന്നിട്ട് എന്ത് ചെയ്യുക, ഈ സ്ക്വയർ നിരത്തുന്നതിൽ ഒട്ടിച്ച് കൊടുക്കുക പശ വെച്ചിട്ട്. സ്വിച്ച് നല്ല രീതിയിൽ ഒട്ടണം. ഇനി നമ്മളിനി വയറാണ് ഇതിക്ക് കൊടുക്കാൻ പോകുന്നത്. 4 വയറുകൂടിയ വയറാണ് നമ്മൾ എടുത്തിട്ടുള്ളത്. 2 മീറ്ററോളം നീളമുണ്ട്. അതിൻ്റെ 4 വയറും നമ്മൾ ഇൻസുലേഷൻ കളയണം. കുറച്ചധികം എടുക്കണം, മറ്റു ഭാഗത്തേക്കൊക്കെ വയർ കൊടുക്കാമല്ലോ അല്ലേ. അപ്പോൾ ആദ്യം അതിൻ്റെ സെൻറ്റർ ഭാഗത്തായിട്ട് പശ തേച്ചിട്ട് അത് ഒട്ടിക്കണം. നല്ല അമർത്തി പ്രസ് ചെയ്തിട്ട് നല്ല ഒട്ടിയിട്ട് ശേഷം നമ്മൾ ഓരോ വയർ ഓരോന്നൊക്കെ ശ്രദ്ധിച്ച് കൊടുക്കണം. ശ്രദ്ധിക്കുക എന്ന് പറഞ്ഞാൽ സോൾഡർ ചെയ്യുമ്പോൾ നമ്മൾ ഇടത്തെ ഭാഗത്ത് കാണുന്ന ഭാഗത്ത് അലൂമിനിയത്തിൻ്റെ ഭാഗത്തേക്ക് ചുവന്ന വയർ നമ്മൾ കൊടുക്കണം. ചുവന്ന വയറായ്മ കൊടുത്തതിന് ശേഷം നമുക്ക് പിന്നെ 3 വയറാണ് ബാലൻസ് ഉണ്ടാകുക. 3 വയറിൽ 3 ലെഗിലാക്കി കൊടുക്കണം. ഫസ്റ്റ് വയർ നമ്മൾ കൊടുത്തിട്ടുള്ളത് മുകളിൽ ഇതിന് മഞ്ഞ കളർ വയറാണ്. ഇത് എവിടെ കൊടുക്കണം, നമ്മൾ B6 547 NPN ആണ് ഇതിന്മേ. അതിൻ്റെ സെൻട്രൽ ഭാഗത്ത് നമ്മൾ നേരത്തെ ഒഴിച്ചിട്ടില്ലേനോ അതിന്മേലാണ് നമ്മൾ ആ വയർ കൊടുക്കേണ്ടത്. രണ്ടാമതും അതേമാതിരിക്ക് NPN ഇതിന്മേ എന്ത് ചെയ്യണം, സെൻട്രൽ ഭാഗത്ത് കൊടുക്കുക. മുകളിൽ കൊടുത്ത അതേമാതിരി തന്നെ മറ്റു വയർ അതിൻ്റെ സെൻട്രൽ ഭാഗത്ത് ലെഗുമേൽ സോൾഡർ ചെയ്ത് കൊടുക്കുക. അതുപോലെ തന്നെ നമുക്ക് ഇനി ഏറ്റവും അടിയിൽ അടിഭാഗത്ത് 3ാമത്തെ ഇതിന്മേലാണ് നമുക്ക് കൊടുക്കാനുള്ളത്. അതും ഈ NPN 547 സെൻട്രൽ ഭാഗത്ത് നമ്മൾ സോൾഡർ ചെയ്ത് കൊടുക്കുക. അതിന് ശേഷം എന്ത് ചെയ്യുക, നമ്മുടെ വയറിൻ്റെ മറ്റു തലമുണ്ടല്ലോ അത് അതിൻ്റെ പുറഭാഗത്ത് ഇൻസുലേഷൻ കളഞ്ഞിട്ട് കുറച്ച് നീളത്തിലെടുക്കുക. അപ്പോൾ നമ്മൾ ആ മരത്തിൻ്റെ സ്കെയിലുമൊക്കെ നമുക്ക് കൊടുക്കാനുണ്ടാവുള്ളൂ. അത് കുറച്ച് നീളത്തിലെടുത്തിട്ട് അതിൻ്റെ പുറഭാഗത്തെ ഇൻസുലേഷൻ കട്ട് ചെയ്ത് കൊടുക്കണം. ആ വെള്ള കളർ ഇൻസുലേഷൻ കട്ട് ചെയ്ത് ഒഴിവാക്കിയിട്ട് 4 വയറും അതിന് ഫ്രീ ആക്കി എടുക്കണം. ഫ്രീ ആക്കി എടുത്തതിന് ശേഷം നേരത്തെ നമ്മൾ കാണിച്ചില്ലേ ആ മരത്തിൻ്റെ സ്കെയിൽ അതെടുത്തിട്ട് അതിന്മേൽ കെട്ടി കൊടുക്കണം. കെട്ടുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടത്, നമ്മൾ മുകളിൽ നിന്ന് കൊടുത്തത് ഏത് വയറാണോ അതുപോലെ തന്നെ മുകളിൽ നിർത്തിയിട്ട് അടിഭാഗം വരെ ആ വയറാണ് നമ്മൾ കൊടുക്കേണ്ടത്. മുകളിൽ നമ്മൾ മഞ്ഞ വയർ കൊടുത്തു, ആ മഞ്ഞ വയർ നമ്മൾ മുകളിൽ ഒരു ലെവലിൽ കട്ട് ചെയ്യും. അതിന് ശേഷം നമ്മൾ നടുവിൽ ബ്ലാക്ക് വയർ കൊടുത്തു, ആ ബ്ലാക്ക് വയർ നടുവിൽ വെച്ച് കട്ട് ചെയ്യും. സ്കെയിലിൻ്റെ നടുക്ക് വെച്ച് കട്ട് ചെയ്യാം, അവിടെ കെട്ടി കൊടുക്കുക. 3ാമത് നമ്മൾ ചുവന്ന വയറാണ് കൊടുത്തത്, അത് നമ്മളവിടെ കെട്ടി കൊടുക്കും. പിന്നെ നമ്മൾ ഇടത്തെ ഭാഗത്ത് ഫസ്റ്റ് കൊടുത്ത വയർ ചുവപ്പില്ലേ, അതും അതിൻ്റെ അടിഭാഗത്ത് ആ ചുവപ്പ് ചെറിയ വയറിനേറെ കുറച്ചും കൂടി ഇട്ടിട്ട് കട്ട് ചെയ്ത് കൊടുക്കണം. അങ്ങനെ എല്ല് കറക്റ്റാക്കിയിട്ട് നമ്മൾ കെട്ടി കൊടുക്കണം. കെട്ടൊരിക്കലും നീങ്ങിപ്പോകരുത്. അപ്പോൾ ഇതുപോലെയാണ് നമ്മൾ ചെയ്ത് വന്നത്. അപ്പോൾ നമുക്കിതൊന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കാം.
അപ്പം നിങ്ങൾ കണ്ടില്ലേ 1 2 3 ഇൻഡിക്കേറ്റർ. അത് കഴിഞ്ഞിട്ട് മൂന്നാമത് കത്തിയതിന് ശേഷം അലാറം അടിക്കണ്. ടാങ്കിൽ ഇത് ചെയ്യുമ്പോൾ ടാങ്കിൻ്റെ അടിഭാഗത്തു നിന്ന് മുകളിൽ വരെ ഒരു PVC പൈപ്പ് എടുക്കുക. അത് കട്ട് ചെയ്ത് അതിൽ സെറ്റ് ചെയ്തിട്ട് 1 2 3 ആയിട്ട് അങ്ങനെ സെറ്റ് ചെയ്യുക. 250 500 750 ആ ലെവലിൽ വെള്ളത്തിന് ലെവൽ ചെയ്തിട്ട് ഇതേമാതിരി ചെയ്യുക. കട്ട് ചെയ്യാണ്ട് ചെയ്തിട്ട് പിന്നെ അതിൻ്റെ വയറ് മുകളിൽ നിന്ന് അടിഭാഗത്ത് നമുക്ക് ഉള്ളിൽ പിന്നെ ഈ ബോർഡ് വരുന്ന അതുവരെ സെറ്റ് ചെയ്ത് കൊടുക്കണം. അപ്പം നമുക്ക് ഇതുകൊണ്ടുള്ള മെയിൻ ഉപയോഗം എന്താണെന്ന് പറഞ്ഞാൽ, ഒന്ന് നമുക്ക് ടാങ്ക് വെള്ളം നിറഞ്ഞ് ഒഴുകി വേസ്റ്റായി പോവില്ല. 2 നമ്മൾ ഏതിലാണോ നമ്മൾ സെറ്റ് ചെയ്ത് വെച്ചിട്ട് ഏത് അളവിലാണോ നമ്മൾ സ്കെയിലുമേ വെള്ളത്തിൻ്റെ വാട്ടർ ലെവൽ സെറ്റ് ചെയ്ത് വെച്ചിട്ടുള്ളത് വെച്ചെങ്കിൽ 250 500 750 ആ ലെവലിലാണ് വെച്ചെങ്കിൽ ആ അളവിനനുസരിച്ച് നമ്മൾ ഇൻഡിക്കേറ്റർ കത്തും. 3 വെള്ളത്തിൻ്റെ തോതനുസരിച്ച് നമുക്ക് വെള്ളം അത്ര ഉണ്ടെന്നുള്ള ഈ ഇൻഡിക്കേറ്ററിനെ മനസ്സിലാക്കാം. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ വളരെ ഉപകാരപ്പെടും. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്ത വീഡിയോയുമായി കാണാം. താങ്ക് യു.